ഹലോ ഗ്യാസ്, ഞങ്ങളായിരുന്നൊരു ബീഫും ചക്കയും കൂടി നമ്മൾ കൊള്ളി ബീഫൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ളൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 കിലോ ബീഫാണ് വേവിച്ച് ചേർക്കുന്നത്. കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ട്. ചക്ക വേവിച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അത് വെച്ചിട്ടുണ്ട്. ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് പിടിച്ച എണ്ണയാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് ഇതിലേക്ക് നമ്മളെ ഇറച്ചിയിലേക്ക് വഴറ്റണ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചത് വെച്ച് ഇഞ്ചി, പച്ചമുളക് ചതച്ചത് അതിലേക്ക് ഇതാണ്. എണ്ണയിലേക്ക് ബീഫ് കറി വെക്കണ പോലെ തന്നെയാണ്. അതിലേക്ക് നമ്മൾ ചക്ക വേവിച്ചത് കൂട്ടിയിട്ട് ഉള്ളിയും ബീഫും കൂടിയിട്ട് വെക്കണ പോലെ തന്നെയാണ്. ഇതിലേക്ക് ചക്കയാണെങ്കിൽ മാത്രമല്ല നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ പിന്നെ കൊള്ളിയുടെ പോലെയല്ല ചക്ക, ഒരു വെറൈറ്റി വരും. അതുകൊണ്ട് ഇത്രയാണ് നമ്മൾ ചക്ക. അതിൽ ഒന്ന് ജസ്റ്റ് ഒന്നതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് കിട്ടും. പിന്നെ കറിവേപ്പില സവാള അരിഞ്ഞതുണ്ട്. പിന്നെ നല്ല ടേസ്റ്റ്. നമ്മൾ ചക്കയും ബീഫും കൂടിയിട്ട് ഫ്രൈ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും നോക്കി നോക്കണം. ചക്കയുടെ കാലങ്ങളൊക്കെ കഴിഞ്ഞ് പോകുന്നു. ചക്കയൊക്കെ നാല് കിട്ടാണ്ട് വീട്ടിൽ